ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ അല്ലെങ്കിൽ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ആയിട്ടുള്ളത് പോഹ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കുക, കടുക് ഇട്ട് പൊട്ടിക്കുക, ഉഴുന്നിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലുണ്ടോന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വയന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അവൽ എടുക്കാം കേട്ടോ. അവൽ ഞാൻ ഇവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്, വെള്ള അവലാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പിഴിഞ്ഞെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ വയന്ന് വന്ന സംഭവത്തിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അവൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അവലെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഈ റോസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആ ലെമണോ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ പോഹ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഓഫ് ഷുഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഡയറ്റിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ടിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട്